ഇപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ച് സർക്കിൾസും ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് ടൂൾസൊക്കെ വെച്ചിട്ട് ഫില്ലറ്റ് ട്രിമ്മൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മളെ ഫൈനൽ ഔട്ട്പുട്ട് വേണ്ടത്. ഇതിനൊക്കെ ഡ്രോയിങ്സിന് വേണ്ട ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, ആംഗിൾസ്, ഡയമീറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യണം, ഓട്ടോകാഡ് എടുക്കാം. ഇതവിടെ യൂസിങ് ലൈന്, കോപ്പി, സർക്കിൾ കോപ്പി, ട്രിം ആൻഡ് ഫില്ലറ്റ്. ഓട്ടോകാഡ് എടുത്തു. ഓട്ടോകാഡിൽ നമുക്ക് ആദ്യം പറയേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഡയമീറ്റർ നമുക്ക് എത്ര വന്നിട്ടുള്ളത് 40 ഡയമീറ്ററിൽ ഒരു സർക്കിൾ ഉണ്ട്. പിന്നെ 55 ഡയമീറ്ററിൽ ഒരു സർക്കിൾ ഉണ്ട്. 50ലും ഒരു സർക്കിൾ ഉണ്ട്. 3 സർക്കിൾസ് വെക്കാം. ഞാൻ ഓട്ടോകാഡ് എടുത്തു. സർക്കിളിൻ്റെ ഷോർട്ട് സി, എൻ്റർ. ഒരു സെൻറ്റർ പോയിൻ്റ് എടുത്താണ്ട് ഞാൻ എന്ത് ചെയ്തു, ഡയമീറ്റർ ഇവിടെ 5 സെറ്റാണ്. ഞാൻ എന്ത് ചെയ്തു, നമുക്ക് 40 വേണം. എൻ്റർ അടിച്ചു. അപ്പോൾ 40 ഡയമീറ്ററുള്ള സർക്കിൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പ്രോപ്പർട്ടീസ് എടുക്കാം. PR എടുത്ത് പ്രോപ്പർട്ടീസ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം, സർക്കിൾ സെലക്ട് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ എല്ലാ ഡീറ്റെയിൽസും ഡയമീറ്റർ 80, റേഡിയസ് ആണ് 40 വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞു. CI എൻ്റർ മാർക്ക് ചെയ്ത് വരച്ചു. ഡയമീറ്റർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ചെയ്തു, ഞാൻ 40 കൊടുത്തു. എൻ്റർ അടിച്ചു. സർക്കിൾ സെലക്ട് ചെയ്താൽ കാണാൻ പറ്റും നമുക്ക് ഡയമീറ്റർ 40, റേഡിയസ് 20 വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യുക, അടുത്ത സർക്കിൾ ഡ്രോ ചെയ്യണം. നമുക്ക് ഇതിൽ വേറെ ഓപ്ഷൻ ഉണ്ട്, സെൻറ്റർ മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സർക്കിൾ എടുത്താൽ എനിക്കിതിൻ്റെ സെൻറ്റർ കിട്ടി പോകണമെന്നില്ല. സർക്കിൾ ഓണാണ്, സെൻറ്റർ കിട്ടാമെന്നാലും സെൻറ്റർ മാർക്കിന് നമ്മൾ എന്ത് ചെയ്യുക, CM അടിച്ചാണ്ട് സെൻറ്റർ മാർക്ക് എടുത്തിട്ട് എന്ത് ചെയ്തു, ഇത് അടിച്ചാണ്ടാവും സെൻറ്റർ മാർക്ക് വരും. സ്കേപ്പ് അടിച്ചു. ഇത് നമുക്ക് സെലക്ട് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഡ്രാഗ് ചെയ്യാനൊക്കെ മൂവ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ, നമുക്ക് സെൻറ്റർ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 40 ഒന്ന് വരച്ചിട്ടുണ്ട്. അടുത്തത് വിരൽ 50ലും ഒരു 55ലും വരക്കണം. ഓട്ടോകാഡ് എടുത്തു. സർക്കിളിൻ്റെ C എടുത്തു. സെൻറ്റർ പോയിൻ്റ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഡയമീറ്റർ എത്ര, 50. അടുത്തത് സർക്കിൾ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തു. ഡയമീറ്റർ നമ്മൾ എന്ത് ചെയ്തു, 55, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റേഡിയസ് വാല്യൂ കൊടുക്കാം. 3 സർക്കിൾസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. 3 സർക്കിൾ ഡ്രോ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതിൽ ലൈൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ ലൈൻസ് ഉണ്ട്, 90 ഡിഗ്രിയിൽ 2 സൈഡിൽ ലൈൻസ് വരക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് 45ലും കാര്യങ്ങൾക്കും ഇത് കാണിക്കേണ്ട ആംഗിളിൽ 2-4 ലൈൻസ് വരക്കണം. അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ 2 ലൈൻസ് വരക്കണം. ഇനി ഞാൻ എടുത്ത് സെൻറ്റർ അടിച്ചിട്ട് എന്ത് ചെയ്തു, സെൻറ്റർ എടുത്തിട്ട് ഇങ്ങോട്ട് ഒരു ലൈൻ നമുക്ക് ഓർത്തോണാക്കി വെച്ചാൽ എന്താവും, 90 ഡിഗ്രി മാത്രമേ കിട്ടുള്ളൂ. എടുത്തു, സ്നാപ്പ് ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്തു, ഇങ്ങോട്ടൊരു ലൈനും വരച്ചു. ഈ ലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി കേട്ടോ. ഇതെന്ത് ചെയ്യാം, ഇതിലെടുക്കാണ്ട് വാട്ടർ വരക്കും. എന്നിട്ട് നമുക്ക് സെൻറ്റർ മാർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. സോറി, ലൈനെല്ലാം നമുക്ക് സെൻറ്റർ മാർക്ക് സെലക്ട് ചെയ്താൽ ഞാൻ ഡിലീറ്റ് ചെയ്തു. 4 ലൈൻസ് വന്നിട്ടുണ്ട്. ഈ ലൈൻസ് നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഓട്ടോകാഡിൽ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ലൈൻസിൻ്റെ പാറ്റേൺ മാറ്റുന്നുണ്ട്. അപ്പോൾ പുതിയൊരു പാറ്റേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പാറ്റേൺ നമുക്ക് ആഡ് ചെയ്യാനും ലോഡ് ചെയ്യാനും ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പാറ്റേൺ സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ലൈൻ മാനേജറിൽ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടത് ഇതിലുണ്ടോ നോക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ലോഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ഏതെന്ന് വെച്ചാൽ ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് റെലവൻ്റായി കാണുന്നത് എന്താ വെച്ചാൽ ആ സ്പേസിങ് നോക്കിയിട്ട് നമുക്ക് ലോഡ് ചെയ്യാം. ഞാൻ സെയിമാതിരി ഫീൽ ചെയ്യുന്നത് ഇല്ല. ഞാൻ എന്ത് ചെയ്യണം, ഒന്ന് ലോഡ് ചെയ്യണം. ഓക്കെ, ഇത് ലോഡ് ചെയ്യാം. ഓക്കെ അടിച്ചു. ഇതവിടെ വന്നിട്ടുണ്ട്. ഇതെടുത്തു, ഓക്കെ അടിച്ചു. അത് ലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലൈന് 4 സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ലെയർ നമുക്ക് എന്ത് ചെയ്യുക, അതിലോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ലെയർ ചേഞ്ച് ചെയ്യുക. നമ്മൾ വരക്കുമ്പോൾ എന്ത് ചെയ്യുക, ബൈ ലെയർ നോർമലൊന്ന് ആക്കി വെക്കുക, അല്ലെങ്കിൽ അതിലോട്ട് ചേഞ്ച് ചെയ്യാം. നമുക്കിത് ചെയ്യാനുള്ളത് എന്തൊക്കെ നോക്കാം. ഒരു
ഒരു ലൈൻ ഇങ്ങനെ വരുന്നുണ്ട്. അതെന്തായാലും ഒരു 45 ഡിഗ്രി ആയിക്കാരം. പിന്നെ ഇവിടെ 18 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 45 ഡിഗ്രിയിലും ഉണ്ട്. നമുക്കൊരു 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരക്കാം. ഇത് ഏത് ഡിഗ്രിയാണ്? ഇതൊരു 45ൻ്റെ ഹാഫായിട്ട് വരാം. അതായത് ഇവിടുന്ന് -45 എന്നുള്ള രീതിക്ക് വരക്കാം. ഓട്ടോകാഡ് എടുത്തു, ലൈൻ എടുത്തു, എല്ലെടുത്തു, സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓർത്ത് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമുക്ക് ആംഗിൾ സെറ്റ് ചെയ്യാൻ ഷിഫ്റ്റ് ആംഗിൾ കീ ഇവിടെ കാണാം. ഇവിടെ നമുക്ക് 0 ഡിഗ്രിയിൽ നിന്ന് 45 ആണ് പോകാൻ. 45 എൻ്റർ. അപ്പോൾ 45 ഡിഗ്രിയിലാണ് വരാം. അത് വരച്ചു. പിന്നെ അടിയിലോട്ടും വേണം എൻ്റർ. അടിയിലോട്ട് ഞാൻ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ആംഗിൾ 45 എൻ്റർ. അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാതെ നോക്കാം. 45 ഡിഗ്രിയിൽ ഇതവിടെ ആംഗിൾ തന്നിട്ടുണ്ട് കേട്ടോ. സോറി, ആംഗിൾ 45 ഡിഗ്രി. ഇവിടെ 18 തന്നിട്ടുണ്ട്. ഇവിടെ 18 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കാം നമുക്ക് ആദ്യം. എൻ്റർ. ഇങ്ങോട്ട് നമുക്ക് 18 ഡിഗ്രി കിട്ടൂല. 18 ഡിഗ്രി അടിച്ചാൽ നമുക്ക് വേണ്ട പോരുക നോക്കാം. 18 എൻ്റർ അടിച്ചാൽ ഇങ്ങോട്ടാണ് 18 വരിക. അപ്പോൾ ഇത് 80, ഇത് 90, 18, 90, 180 വരാം. നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. വേറെ ഓപ്ഷനല്ല, എല്ലെടുത്തു, ഷിഫ്റ്റ് ആംഗിൾ -80 അടിച്ച് വെച്ചു. ഇനി നമ്മളെന്ത് ചെയ്തു, രണ്ട് സൈഡും ലൈൻസ് വെച്ചു. ഇത് -18 വരച്ചു. ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇനിയുള്ളത് ഇവിടെ ഒരു 45 -45 ഒന്ന് വരുന്നുണ്ട്. -45 വരച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങോട്ട് വരച്ചിട്ടോ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താലും മതി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കാം. എല്ലെടുത്തു, എൻ്റർ അടിച്ചു. നമുക്ക് ഇങ്ങോട്ടുള്ളത് ഒരു -45 വരെയുണ്ട്. അപ്പോൾ ഷിഫ്റ്റ് ആംഗിൾ -45 എൻ്റർ അടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഇങ്ങോട്ട് വരച്ചിട്ട് ഈ ലൈനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോളൊക്കെ പിടിക്കേണ്ട ആവശ്യമില്ല. 3 ലൈൻസ് സെലക്ട് ചെയ്താണ്ട് ലെയർ എന്ത് ചെയ്യുക, ഇതോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ചേഞ്ച് ചെയ്തില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമ്മളെന്ത് ചെയ്തു, ലെയേഴ്സും കാര്യങ്ങൾ വെച്ചുകൊണ്ട് എല്ലാ ലൈൻസും ക്രിയേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട്പുട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് 5 ഡയമീറ്ററിലും എന്ത് ചെയ്യുക, സർക്കിൾ വരക്കണം. പിന്നെ മറ്റേ ഡയമീറ്റർ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് നോക്കാം. ഇത് 5 വന്നിട്ടുണ്ട്, മറ്റേ 10 വന്നിട്ടുണ്ട്. അപ്പോൾ 2 സർക്കിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പുറത്ത്. അപ്പോൾ എടുത്തു, സി എടുത്തു, എൻ്റർ എടുത്തു, ഡയാമീറ്റർ 5 എൻ്റർ, സെൻറ്റർ മാർക്ക് എടുത്തു, എൻ്റർ അടിച്ചാണ് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് എടുത്തു, സി എടുത്തു, സെൻറ്റർ മാർക്ക് ഞാൻ സെൻറ്ററിൽ മാർക്ക് ചെയ്തു, കണ്ടു, ഡയാമീറ്റർ 10 കൊടുത്തു, അല്ലെങ്കിൽ റേഡിയസ് കൂട്ടി കൊടുക്കാം. സെൻറ്റർ മാർക്ക് ഡിലീറ്റ് ചെയ്തു. ഇതും സെലക്ട് ചെയ്താണ്ട് 2 സെലക്ട് ചെയ്ത് മൂവ് അല്ലെങ്കിൽ വേണ്ട കോപ്പി എടുക്കാം. CO എന്നാണ് കോപ്പി, സി അല്ല, CO. സി നമുക്ക് എന്താ വരുന്നത്, സർക്കിളാണ് വരുന്നത്. കോപ്പി എടുത്തു, എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ കിട്ടുന്നുണ്ടോ, സെൻറ്റർ എടുത്തു. എവിടെയൊക്കെ വരുന്നത് നമുക്ക് നോക്കാം. ഇതിൽ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ ഔട്ടർ ലൈനിൻ്റെ എല്ലാ പോയിൻറ്റ്സിലും, അതായത് 1, 2, 3, 4, 5, 6, അതായത് ഈ സൈഡത്തെ 4 ഉണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, 4, 1, 2, 3, 4. ഇനി 18 ഒരു 45 മൈനസിലും ഉണ്ട്. ഒരു 18 മൈനസിലും ഇവിടെ വെച്ചിട്ടുണ്ട്. മോഡലിൻ്റെ ഔട്ട്പുട്ട് റെഡി ആയിട്ടുണ്ട്. അത് ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ,
മോഡലിൻ്റെ ഔട്ട്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ സൈഡിലുള്ള ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ജസ്റ്റ് അതായത് ഇവിടെ ഇങ്ങനെ ട്രിം ചെയ്ത് കളയാം. ഇതിങ്ങനെ ട്രിം ചെയ്ത് കളയാം. ട്രിം ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഓപ്ഷനിൽ മാത്രം ക്ലിക്ക് ചെയ്യാം. എവിടെ വരുന്ന വെച്ചാൽ ഇവിടെ ട്രിം ചെയ്തതെന്ന് വെച്ചാൽ ഈ സർക്കിളിൽ ഇതിൻ്റെ ഇവിടെ വലിയ സർക്കിളിൻ്റെ ഈ റൗണ്ട് TR എൻ്റർ എടുത്താണ് തരും. ഇത് ട്രിം ചെയ്യണം. TR എൻ്റർ ആട്ടോ ഷോർട്ട് കീ. കംപ്ലീറ്റ് ട്രിം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫില്ലറ്റ് ചെയ്യാനുണ്ടാവും. അതായത് ട്രിം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫില്ലറ്റ് ഇങ്ങനെ കർവ് ചെയ്യാണ്ട് ഫില്ലറ്റിൻ്റെ റേഡിയസ് ഇതവിടെ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഫില്ലറ്റിൻ്റെ റേഡിയസ് R5 ആണ് റേഡിയസ്. ഞാനിത് തരും FI എടുത്തു. ഫില്ലറ്റ് എടുത്താണ് എന്ത് ചെയ്തു റേഡിയസ് 5 ആക്കി കൊടുത്തു. 5 ആക്കി എൻ്റർ അടിച്ചാണ് എന്ത് ചെയ്തു ഈ 2 ലൈൻസ് സെലക്ട് ചെയ്തു. റേഡിയസ് 5 എൻ്റർ അടിച്ചു. ഇങ്ങനെ സെലക്ട് ചെയ്തു. അപ്പോൾ അത് പോവും. നമ്മൾ എന്തോടെ എൻ്റർ അടിച്ചാൽ എന്ത് ചെയ്തു മൾട്ടിപ്ലൈ ആക്കി കൊടുത്തു. മൾട്ടിപ്ലൈ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ബാക്കിയുള്ള നമുക്ക് ട്രിം ചെയ്ത് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ട്രിം എടുത്താണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. കൺട്രോൾ സെറ്റ് അടിച്ചാണ് ഞാൻ കാണിച്ചു തരാം. ഒരു ഓപ്ഷൻ കാണിച്ചു തരാം. FI ഫില്ലറ്റ് എടുത്തു. എൻ്റർ അടിച്ചു. റേഡിയസ് 5 അല്ല പറഞ്ഞ 5 കൊടുത്തു. എൻ്റർ അടിച്ചു. മൾട്ടിപ്പിൾ അടിച്ചു. ട്രിം ഇട്ടു. ആവണില്ലല്ലോ. നോട്ടിമാണത്. ഏതിലോട്ടാണ് ചോദിക്കുകയാണ്. ഞാൻ ജസ്റ്റ് പോസ് ചെയ്താണ് പ്രശ്നം ചെയ്യാം. ഞങ്ങൾക്ക് TR എടുത്ത് എൻ്റർ അടിച്ചിട്ട് എന്ത് ചെയ്യാം ആവശ്യമില്ലാതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഏതാണ് ഡിലീറ്റ് ചെയ്യുന്നത് സൂം ചെയ്ത് ചെയ്താൽ മതി. അപ്പോൾ ശരിയാവും. TR എൻ്റർ എന്ത് ചെയ്തോ ട്രിം ചെയ്തുകൊണ്ട് കാണാം. ഏതൊക്കെ ട്രിം ചെയ്യണം നോക്കാം. നമുക്ക് ഈ ലൈൻസൊക്കെ ട്രിം ചെയ്യേണ്ടി തോന്നുന്നുണ്ട്. ഔട്ട്പുട്ട് ഇത്രേ വരുള്ളൂ. കർവ്ഡ് ഡയറക്റ്റ് പോവാണ്. അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഒന്നുമില്ല. മുകളത്തെ ലൈനാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി തോന്നുന്നുണ്ട്. ഇതാണ് control set. ഇങ്ങനെയാണ് സംഭവം ചെയ്യാം.
കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ നമ്മൾ ഫൈനൽ മോഡൽ വന്നിട്ടുള്ളത്. ഇവിടെ എന്തോ ഒന്ന് ജോയിൻ ചെയ്യാണ്ട്, അതൊന്നും ഞാൻ നേരത്തെ ട്രിം ചെയ്തൊക്കെ പോയതാണ്. ജസ്റ്റ് ജോയിൻ ചെയ്യാം, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ